ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ TCP/IP റെഫറൻസ് മോഡലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ISO OSI റെഫറൻസ് മോഡലിന്റെയും TCP/IP പ്രോട്ടോകോൾ സൂട്ടിന്റെയും ഒരു ഓവർവ്യൂ, ഒരു കമ്പാരിസൺ വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ TCP/IP പ്രോട്ടോകോൾ സൂട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ TCP/IP പ്രോട്ടോകോൾ സൂട്ട്. TCP/IP സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾസിന്റെ എല്ലാം സ്റ്റാൻഡേർഡ് സൂട്ട് എന്ന് പറയുന്നത് ഈ TCP/IP പ്രോട്ടോകോൾ സൂട്ടാണ്. ഇന്റർനെറ്റും അതുപോലെ തന്നെ മിക്കവാറും പ്രൈവറ്റ് നെറ്റ്വർക്ക്സും എല്ലാം കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്, ഈ ഒരു മോഡൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. അതുകൊണ്ട് തന്നെ DOD മോഡൽസ് എന്ന പേരിൽ ചില സമയത്ത് ഇതിനെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് മോഡൽ 1960s അർപ്പാനെറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന TCP/IP പ്രോട്ടോകോൾ സൂട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഇതൊരു 4 ലെയർഡ് മോഡൽ ആണ്. ഇതിൽ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാന കാര്യം, TCP/IP പ്രോട്ടോകോൾ സൂട്ട് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ഓറിയന്റഡ് മോഡലാണ്. അതേസമയം OSI മോഡൽ എന്ന് പറയുന്നത് ലെയർഡ് വിത്ത് സർവീസസിനെ ബേസ് ചെയ്തിട്ടാണ് ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ പ്രോട്ടോകോൾ ഓറിയന്റഡ് ആണ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ലെയേഴ്സ് നോക്കാം. അപ്പൊ നെറ്റ്വർക്ക് ആക്സസ് ലെയർ വരുന്നുണ്ട്, അതാണ് നമ്മുടെ ഒന്നാമത്തെ ലെയർ. ദെൻ ഇന്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ലെയർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് ലെയർ എന്നും വിളിക്കാം. ഓർത്ത് വെക്കുക, ലിങ്ക് ലെയർ ഓർ നെറ്റ്വർക്ക് ഇന്റർഫേസ് ലെയർ. OSI മോഡലിനകത്ത് വരുന്ന ഡേറ്റ ലിങ്ക് ലെയർ പ്ലസ് ഫിസിക്കൽ ലെയർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്തെ ലെയർ ആണ് ഈ പറയുന്ന നെറ്റ്വർക്ക് ആക്സസ് ലെയർ. നെറ്റ്വർക്ക് ഹാർഡ്വെയറിൽ ഫിസിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ ഹാർഡ്വെയർ ലെവലിലുള്ള ഫ്രെയിമിംഗ്, അഡ്രസ്സിംഗ്, എറർ ഡിറ്റക്ഷൻ അതൊക്കെ മാനേജ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ ആണ്. ഇതിനകത്തുള്ള പ്രോട്ടോകോൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതർനെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ ഉണ്ട്. അതായത് ആക്ച്വൽ നെറ്റ്വർക്ക് ഹാർഡ്വെയറിലെ ഇന്റർഫേസ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്തുള്ള നെറ്റ്വർക്ക് ആക്സസ് ലെയർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ലെയറിൽ ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഇന്റർനെറ്റ് ലെയർ ആണ്. ദിസ് ഈസ് ഈക്വലന്റ് ടു ദ നെറ്റ്വർക്ക് ലെയർ ഇൻ OSI മോഡൽ. ലോജിക്കൽ അഡ്രസ്സിങ്ങും റൗട്ടിങ്ങും ഒക്കെ ചെയ്യുന്നതാണ് ഈ ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ പാക്കറ്റ് ഡെലിവറി ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ IP അഡ്രസ്സിംഗ്, അതും ചെയ്യുന്നത് ഈ പറയുന്ന ഇന്റർനെറ്റ് ലെയർ ആണ്. ഇതിനകത്ത് മേജർ പ്രോട്ടോകോൾസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലീസ് ടു റീഡ് ദോസ്. അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു കണക്ഷൻലെസ് സർവീസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഓരോ പാക്കറ്റും ഇൻഡിവിജ്വലി റൗട്ട് ചെയ്യും. ഇനി തേർഡ് ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. രണ്ട് ഡിവൈസസ് തമ്മിലുള്ള റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിലയബിൾ ആയിട്ടുള്ള എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ, എറർ ചെക്കിംഗ്, സെഗ്മെന്റേഷൻ, റീഅസംബ്ലി അതൊക്കെ ഇതിനകത്ത് വരുന്ന ഫങ്ഷൻസ് ആണ്. ഇതിലെ കീ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും TCP UDP ആണ്. TCP എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അത് കണക്ഷൻ ഓറിയന്റഡ് ആണ്, റിലയബിൾ ആണ്. അതുപോലെ തന്നെ അക്നോളജ്മെന്റ്സും സീക്വൻസിങ്ങും റീട്രാൻസ്മിഷൻ ഓഫ് ലോസ് പാക്കറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന TCP. ഇത് ഡേറ്റ ഓർഡറിൽ എറേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ഏത്? ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ബട്ട് ഇൻ ദ കേസ് ഓഫ് UDP സ്റ്റാൻഡ്സ് ഫോർ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് കണക്ഷൻലെസ്. പക്ഷെ ഫാസ്റ്റർ ആണ്. ഈ കണക്ഷൻലെസ് ആയതുകൊണ്ട് അൺറിലയബിൾ ആണ്. റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ലൈക്ക് സ്ട്രീമിംഗ്, ഗെയിമിംഗ് അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾസ് ആണ്. ഇതിനകത്ത് അക്നോളജ്മെന്റോ അല്ലെങ്കിൽ റീട്രാൻസ്മിഷനോ ഒന്നും ഇല്ല. ആൻഡ് ഇറ്റ് ഹാൻഡിൽസ് മൾട്ടിപ്ലെക്സിംഗ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിംഗ് യൂസിംഗ് പോർട്ട് നമ്പേഴ്സ്. ഇനി ഫോർത്ത് ലെയർ നോക്കാം നമുക്ക്. ആപ്ലിക്കേഷൻ ലെയർ ആണ്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോൾ ഇറ്റ് കമ്പൈൻസ്
ആപ്ലിക്കേഷൻ പ്രസന്റേഷൻ ആൻഡ് സെഷൻ ലെയേഴ്സ് ഓഫ് ദി OSI മോഡൽ. ഈ എൻഡ് യൂസർ ആപ്ലിക്കേഷൻസിന് വേണ്ട സർവീസസും പ്രോട്ടോകോൾസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഈ ഡേറ്റ ഫോർമാറ്റിങ്ങും എൻക്രിപ്ഷനും കംപ്രഷനും സെഷൻ കൺട്രോളും ഒക്കെ ഈ പറയുന്ന TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്ത് കൈകാര്യം ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറിൽ വെച്ചാണ്. ഇതിനകത്ത് കോമൺ പ്രോട്ടോകോൾസ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. HTTP or HTTPS. HTTP stands for Hypertext Transfer Protocol. HTTPS എന്ന് പറയുമ്പോൾ HTTP secure, അത് വെബ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ POP3 IMAP ഇത് ഇമെയിൽസ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്. പിന്നെ DNS കാണും, ഡൊമൈൻ നെയിം സെർവർ, ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. SSH സെക്യൂർ റിമോട്ട് ലോഗിന് വേണ്ടിയിട്ടാണ് SSH യൂസ് ചെയ്യുന്നത് നമ്മൾ. ദെൻ ടെൽനെറ്റ് ഉണ്ട്, അൺസെക്യൂർ ടെർമിനൽ ആക്സസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ NTP നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോള് ക്ലോക്ക് സിങ്കണൈസേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് പ്രോട്ടോകോൾസ് തന്നെ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ലെയർ ആണ്, അത് ഓർത്ത് വെക്കണം. ഇനി ഈ ISO OSI റെഫറൻസ് മോഡലും TCP/IP പ്രോട്ടോകോൾ സൂട്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഈ ഒരു പേജ് ഞാൻ മാറ്റുന്നില്ല, കാരണം ഇത് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് ആഴത്തിൽ പതിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ലെക്ചർ. ഈ ലെക്ചർ അല്ല, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നമ്മൾ പഠിച്ചു തീരുമ്പോൾ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അങ്ങ് പതിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു പേജ് മാറ്റുന്നില്ല, ഇവിടെ തന്നെയാണ് ഞാൻ കമ്പാരിസൺ പറയുന്നത്. TCP/IP പ്രോട്ടോകോൾ സൂട്ടിൽ 4 ലേയേഴ്സേ ഉള്ളൂ എങ്കിൽ ഇൻ കേസ് ഓഫ് ISO OSI റെഫറൻസ് മോഡൽ 7 ലേയേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഇനി ഡെവലപ്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ TCP/IP പ്രോട്ടോകോൾ സൂട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ് ഡെവലപ്പ് ചെയ്തത്. ISO OSI റെഫറൻസ് മോഡൽ ആണെങ്കിലോ അത് ISO ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത് TCP/IP പ്രോട്ടോകോൾ ബേസ്ഡ് ആണ്, പ്രോട്ടോകോൾ ഓറിയന്റഡ് ആണ്. എന്നാൽ ISO OSI മോഡൽ എന്ന് പറയുന്നത് റെഫറൻസ് മോഡൽ ബേസ്ഡ് ആണ്. ഇത് നമ്മൾ ISO OSI ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ ലെയേഴ്സ് ആണ് മെർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ നോക്കണം. ഈ TCP/IP അകത്ത് വരുന്ന ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രസന്റേഷൻ സെഷൻ ഇൻ ISO OSI മോഡലിനകത്തുള്ള അതിന്റെ ഒരു കോമ്പിനേഷനും ആണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത് ഡേറ്റ ലിങ്ക് പ്ലസ് ഫിസിക്കൽ ലെയേഴ്സ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഇതിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും വൈഡ്ലി യൂസ് ചെയ്യുന്ന TCP/IP പ്രോട്ടോകോൾ സൂട്ടാണ്. ഈ പറയുന്ന ISO OSI മോഡൽ എന്ന് പറയുന്നത് മോർ തിയററ്റിക്കൽ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്ത് ഇന്റർനെറ്റ് ലെയർ മാത്രമാണ്, ഈ രണ്ടാമത്തെ ലെയർ നമ്മൾ പഠിച്ചില്ലേ, അത് മാത്രമാണ് കണക്ഷൻലെസ്. എന്നാൽ ISO OSI റെഫറൻസ് മോഡലിനകത്ത് ഈ ഇന്റർനെറ്റ് ലെയറിന് ഈക്വലന്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഈദർ കണക്ഷൻലെസ് ഓർ കണക്ഷൻ ഓറിയന്റഡ്. I hope you got the point. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അതെല്ലാം നമ്മുടെ മെറ്റീരിയലിനകത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുകയേ വേണ്ടൂ. നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് എല്ലാം ഓർത്തു വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ TCP/IP പ്രോട്ടോകോൾ സൂട്ടിനെ കുറിച്ച് ഏകദേശം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു വിഷയം പഠിക്കേണ്ടതായിട്ടുള്ള TCP/IP പോർട്സും അതിന്റെ ആപ്ലിക്കേഷൻസും ആണ്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ TCP/IP പോർട്സും അതിന്റെ ആപ്ലിക്കേഷൻസും ആ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. അപ്പോൾ signing off, your study partner Click. Stay focused on what really matters.